ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ വിറകി എടുക്കൂലേ, റവ വിറകുക, പിന്നെ അങ്ങനെയൊക്കെ പറയും. പിന്നെ അല്ലെങ്കിൽ കുറുക്കി എടുക്കുക അങ്ങനെയും പറയും കേട്ടോ. അപ്പം ഞാനിതാ അതുപോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണില്ല. കറിവേപ്പിലയോ പച്ചമുളകോ ഇഞ്ചി അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്താലും ടേസ്റ്റ് വേറെയാവും. ഇങ്ങനെ ചെയ്യണത് അതും വേറെ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കണ്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ ആ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് കാണുന്നത് നമുക്ക് ഉഴുന്ന്, പരിപ്പ്, അങ്ങനെ എന്തെങ്കിലും കടല അതൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കണില്ല. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിലേക്ക് കടുക് മാത്രം ഇട്ട് കൊടുക്കും. ഒരു കറിവേപ്പില പോലും ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇടുന്ന റവ എത്രയാണോ അത് വേവാൻ കണ്ടിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറുമയായിട്ടാണല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കൂലേ, അതിലേക്ക് ഒഴിക്കണില്ല, കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ചെറിയൊരു പിന്നെ സാസറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇരട്ടിയിലേറെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് വെന്ത് കിട്ടും. നമ്മൾ കറക്റ്റ് ഇതാവുമ്പോൾ നമ്മൾ പിന്നെ കട്ടില്ല ഉപ്പുമാവ് പോലെ ആവും. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ടാണുള്ളത് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. പിന്നെ നമ്മളിതാ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കമ്മിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊടിപ്പ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ രണ്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കല്ലുപ്പ് തന്നെയാണ് ഇതാക്കൽ. കറിയിലൊക്കെ ഇടൽ കല്ലുപ്പ് തന്നെയാണ്. പിന്നെ ചില സമയത്ത് മാത്രമാണ് പൊടിപ്പ് യൂസ് ആക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു സാസറിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കപ്പിൽ പിന്നെ ഇതിൻ്റെ ഡബിൾ ലെയർ എടുത്തിട്ടുണ്ട്. ഇരട്ടി ലെയർ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയത്ത് തീ മാക്സിമം കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പിന്നെ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ശരിക്കും വേവാതെ പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ വെന്താൽ മാത്രമേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് മീൻ കറി അതുപോലെ ഇറച്ചി കറി എന്തെങ്കിലും സൈഡായിട്ട് കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കണോണ്ട് പ്രത്യേകിച്ചും പിന്നെ എന്ത് കൂട്ടിയിട്ട് കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇട്ട് കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ എന്താണ് വല്ല കറിയും വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കഴിക്കാം. മറ്റേ നേരെ മറിച്ച് നമ്മൾ ഇഞ്ചിയും പച്ചമുളക് അതൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ മധുരം ഒന്നും കൂട്ടി കഴിക്കാൻ പറ്റില്ല. അത് ആ ഒരു രീതിയിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു റവ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഈ ഒരു ഇതാവുമ്പം പിന്നെ നമുക്ക് ഇനി വല്ലാതെ വേവിക്കണ്ട. കാരണം ഈ ഒരു ചട്ടിൻ്റെ ചൂടിൽ കിടന്നിട്ട് തന്നെ ബാക്കിയുള്ളത് അങ്ങനെ വെന്തോളൂ കേട്ടോ. അപ്പം ഉണ്ടോ എന്തൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരുപാട് പിന്നെ സമയം ഇതാക്കണ്ട. അപ്പം ചട്ടിയിൽ നിന്ന് തന്നെ പറ്റ കുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. കുറച്ച് ലൂസായിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ അതും ഇട്ട് കൊടുക്കണില്ല. എനിക്കിഷ്ടമാണ്. പക്ഷെ ഇനി മോക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കേട്ടോ. ഒന്നാമത് പിന്നെ ഒക്കെ തലവേദന ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇത് ഒരു ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പിന്നെ പാത്രത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ പറഞ്ഞ ഇതിലേക്ക് സൈഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പൂ ഇട്ടും കണ്ട് അങ്ങനെ കഴിക്കാം. പിന്നെ മധുരം ഇട്ടും കണ്ട് കഴിക്കാം. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം ആ രീതിയിലൊക്കെ കഴിക്കട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒന്നും ഇടണില്ല. എനിക്ക് ഇങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് ഒന്നും കൂടി മധുരത്തിലേറെയൊക്കെ ടേസ്റ്റ് തോന്നിയിട്ട് ആ ഇങ്ങനെ ഈ ഒരു രീതിക്ക് കഴിക്കണതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻകറി ഇവിടെ വെക്കുന്നുണ്ട്. പക്ഷെ ഞാനത് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, വേണമെങ്കിൽ നമുക്ക് കറി വെച്ചിട്ട് കൂട്ടാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കറി ഇവിടെ സൈഡിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ മീൻകറിയാണ്, നന്നാക്കി ചൂടാക്കി വെച്ചതായിരുന്നു. ഇത് ഞാൻ സൈഡിൽ കുറച്ച് വെച്ച് കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് സിമ്പിളായിട്ട് കഴിക്കണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രം കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക്